വേറെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേരം ഇപ്പോൾ അച്ചാച്ചൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറി വെക്കാം. അപ്പം നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടുന്ന മല്ലി മുളക് എല്ലാം ഒന്ന് വറക്കട്ടെ. പൊടി ഗ്യാസ് എത്തിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ലേശമില്ലേ ഇട്ട് കൊടുക്കാം, വേറെ ഇല്ലല്ലോ. ചിക്കൻ മസാല ഇല്ലേ, അപ്പം ഞാൻ ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാല ഉണ്ട്. ഇത് ഇറച്ചി മസാലയാണല്ലോ. ചിക്കൻ മസാല അമ്മമ്മയുടെ ചിക്കൻ മസാല ഇല്ലാന്ന് ചോദിച്ചേ. പൊട്ടിച്ചാ പൊട്ടിക്ക് ഇല്ല, ഇത് കഴിഞ്ഞു. പൊടികൾ വറുത്തെടുക്കുന്നുണ്ട്. ചിക്കൻ മസാല കണ്ടുപിടിക്കാൻ കുറച്ച് ലേറ്റ്, മേശപ്പുറം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി എടുത്തിട്ടാണ് ഇതാക്കി എടുത്തിട്ടുള്ളത്. മീനോട്ടി ചിക്കൻ്റെ മണം കേട്ടേരം മുതൽ തുടങ്ങിയതാ. അച്ചാച്ചൊരു പാട്ട് പാടിയ പാട്. ഉണ്ണി ബാബാവ് പാട്. പഠിക്കാതെ എട്ടാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ ഒരു സ്വപ്പമേതരമായി സ്കൂളിൽ താനൊരു ലീഡറുമായി മുമ്പിലേക്ക് കടന്നപ്പോൾ ചമ്മൻ മീശ പൊടിച്ചപ്പോൾ ക്ലാസ്സിൽ പോലും കയറാതെ ക്ലാസ് കടന്നു കൊണ്ട പത്താം തരവും മതി. അപ്പോൾ നമ്മൾ പൊടി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല വറുത്ത് എടുത്തിട്ടുണ്ട്. നമുക്കത് മസാല ഇതിൽ പെരക്കി വെക്കാം. മസാല നമുക്ക് പെരക്കി വെക്കാം. അമ്മമ്മ വെറുതെ ചൊറിയുന്ന കണ്ടതിക്കാതെ. എന്നാലും നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കേ. അരവെല്ലാം നല്ല മിക്സായി പെരക്കി വെക്കാം. അപ്പം നമുക്ക് നന്നായിട്ട് മസാല തിരുമ്മി പിടിപ്പിക്കാം. ഇതായതുകൊണ്ട് ഇറക്കാൻ പോകില്ല. എന്നാലും നമുക്കിതാ നമ്മൾ മസാല എല്ലാം പെരക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ആകുമ്പോൾ മൂടി വെക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇഞ്ചി സവോള എല്ലാം തൊലി കളഞ്ഞ് എടുക്കാം. നല്ല മൂച്ചുണ്ട് എൻ്റെ അടുത്തേക്ക്. ഇതിൻ്റെ തൊലികളൊക്കെ ഇത് കഴുകി നമുക്ക് അരച്ചെടുക്കാം. അല്ല ഇങ്ങനെ ഉണക്കാത്ത ഇഞ്ചിയാണ്, ഇഞ്ചി മൂക്കാത്ത ഉണ്ടാവും.
കിളുത്തായിരുന്നു ഇഞ്ചി പോലത്തെ. അതേക്കാലം കേട് വന്നു. അപ്പം എല്ലാ മക്കൾക്കും പരീക്ഷയെല്ലാം കഴിഞ്ഞല്ലേ, ഇനി 10 ദിവസം അവധിയല്ലേ. പിന്നെ നികേതനുള്ള 29-ാം തീയതി ഓണസദ്യ ഉണ്ട്. നാളെ മുതൽ SPCൻ്റെ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. 3 ദിവസത്തെ ക്യാമ്പാണ്. അതിന് പോകണം. 29-ാം തീയതി എല്ലാവർക്കും സ്കൂൾ അടക്കും അല്ലേ. നിവേദിനി ക്യാമ്പ് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. SPCൻ്റെ ക്യാമ്പ് 3 ദിവസത്തെ ക്യാമ്പ്. ദിവസത്തെ ക്യാമ്പ് ഇത് അമ്മ പൊളിച്ചെടുത്തിട്ട് പിന്നെ കാണിക്കാം. കഴുകിയെടുക്കും. ഇതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കില്ല, ചിലപ്പോൾ അരയൂല അല്ലേ, ടേസ്റ്റാക്കി എടുക്കാൻ വേണ്ടി. ഇത് നമുക്ക് സവോള അരിഞ്ഞെടുക്കണം, ചതച്ചെടുക്കണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കണം. സവോളേനെ എന്ത് കാണിക്കുക, ഉത്തക്കട് കാണിക്കില്ല. അത്ര ഒന്നുമില്ലല്ലോ. അന്നേരം നമുക്കിതെല്ലാം ചതച്ചെടുക്കേ. നമുക്ക് സവോള നൈസായിട്ട് അരിഞ്ഞെടുക്കാം. സവോള അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വൃത്തിയാക്കണം. അത്ര എടുക്കട്ടെ, ഇടാക്കാം. കണ്ണ് നന്നായിട്ട് പുകയുന്നുണ്ട്. ഞാൻ ആ ഉരുളി കഴുകട്ടെ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടി. വെള്ളം പറ്റി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് സവോള ഇട്ട് കൊടുക്കാം. മണമുണ്ടെന്ന് ഏത് പറയുന്നുണ്ട്. നല്ല മഴന്ന് പറഞ്ഞു. മഴന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടത് മണം. എനിക്ക് തെറ്റിപ്പോയതല്ലേ. നമ്മുടെ നാട്ടിലേക്ക് 2 ദിവസമായിട്ട് മഴയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് വീണ്ടും മഴ തുടങ്ങി അല്ലേ. ഇങ്ങനെ കപ്പയാക്കണ്ടല്ലോ. ചിക്കനും കപ്പയും കൂടെ ആക്കാനായിരുന്നു. അന്നേരം ചോറ് വെച്ച് നമുക്ക് തന്നെ ഉണ്ടാവുകൊണ്ട് കപ്പ കാണാം അല്ലേ. അന്നേരം നമ്മളെ ഉള്ളി അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് മസാല പരത്തി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം.
വന്നിട്ടുണ്ടല്ലേ, നമ്മൾ വെടിച്ചട്ട വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. കറി തിളച്ചോന്നുള്ളത് നോക്കാം. തിളച്ചില്ല. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഇളക്കി. നല്ല മണം വരുന്നുണ്ടല്ലോ ഇല്ല. എൻ്റെ മൂക്കിൻ്റെ ജലദോഷത്തിൻ്റെ കുഴപ്പമില്ലേ നമുക്ക് അല്ലേ? നിവേദമായിട്ട് നല്ല പാട്ടും കണ്ടിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വീഡിയോ ഓണാന്ന് കണ്ടേ. അപ്പം നമുക്ക് കുറച്ചുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ ആരെ ഫോൺ വിളിക്കുന്നേ? നമ്മുടെ ചിക്കൻ കറി വന്നോ നമുക്ക് നോക്കാം. ആവി കയറും ആണെന്നല്ലേ ചിക്കൻ കറി. അപ്പം നമ്മളെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അതാ നന്നായി വെന്ത് സെറ്റായി. പാക്കാണ് ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലേശം ഒരു കുടിക്ക്. അപ്പോൾ നമ്മളെ കറീൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. കറി കാണിച്ചിട്ട് ആണ് നമ്മൾ കറീൻ്റെ ഫൈനൽ ലുക്കായിട്ടുള്ള. നമുക്കിത് മൂടിയേക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും എപ്പം പറയുന്ന പോലെ നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.